സോ ഇന്നത്തെ റെഡ് കാർപ്പറ്റിന് നമ്മുടെ പെർഫോമർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു വേദിയിലേക്ക് ഒരു പാട്ടുകാരിയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. കുറെ പാട്ടുകളൊക്കെ നമുക്ക് വേണ്ടി പാടിത്തരാൻ ഒരു മിടുക്കിയായ കുട്ടിയെ സ്വാഗതം ചെയ്യാം അല്ലേ? തീർച്ചയായും. യെസ്, ഒരു വൈറൽ സിംഗറും കൂടിയാണ്. എന്തായാലും അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ആള് വന്നിട്ട് ചോദിക്കാം. സോ ലെറ്റ്സ് വെൽക്കം ചിമ്മു. സോ ചിമ്മു ജയകുമാർ, ഞാൻ ആദ്യമായിട്ടാണ് ചിമ്മു എന്നുള്ളൊരു പേര് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. ആരാ പേരിട്ടത്? അച്ഛനാണ്. അച്ഛനിട്ടത്. വീട്ടിൽ ചേച്ചി അനീതി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേര് അമ്മു. 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 അമ്മു ചിമ്മു. അപ്പൊ പറയൂ, ചിമ്മുന്റെ സംഗീത വിശേഷങ്ങൾ പറയൂ. എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പൊ സ്റ്റേജിലാണെങ്കിലും അല്ലെങ്കിൽ സ്കൂൾ കോളേജ് ഒക്കെ? എന്ത് ചെയ്യാ? ഞാനിപ്പോ PG കഴിഞ്ഞു. ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. PG ഇപ്പം ജസ്റ്റ് പാസ് ഔട്ട് ആയതേ ഉള്ളൂ. മ്യൂസിക് തന്നെ അല്ലേ? അതെ. ശരി. അത് കഴിഞ്ഞ് ഇപ്പോ ഞാൻ ജോലിക്ക് കയറി. ടീച്ചറാണ്. മ്യൂസിക് ടീച്ചർ. സ്കൂളിൽ ടീച്ചറാണ്. അടിപൊളി അടിപൊളി. പക്ഷെ കണ്ട ഒരു ടീച്ചറിന്റെ ഒരു ഗൗരവം ഒന്നുമില്ല, ഒരു ചെറിയ ചിമ്മു. അപ്പൊ കുട്ടികളൊക്കെ മേയ്ക്കാനൊക്കെ പാടുണ്ടോ? അതെ, ഇങ്ങനെ ഇത്ര ഉള്ളത് കൊണ്ട് ആർക്കും കുറച്ച് പാടുണ്ട്. ഒരു മെച്യൂരിറ്റി വരെ. അപ്പൊ ഏത് വയസ്സിലാണ് ഈ പാട്ടിനോട് ഒരു വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നത്? ഏത് ഏജിലാണ്? എനിക്ക് തുടക്കത്തിൽ അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പുഷ് ചെയ്ത് വീട്ടിൽ നിന്ന് അച്ഛൻ ഇങ്ങനെ പാടിച്ച് അങ്ങനെ പിന്നെ വീട്ടുകാരെ ഒരു 5th സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേനും പഠിപ്പിക്കാൻ വിട്ടു. ഓക്കെ. പിന്നീട് അങ്ങനെ ഇങ്ങോട്ട് കണ്ടിന്യൂസ്. എങ്ങനത്തെ പാട്ടാണ്? മെലഡി ആണോ, ഫാസ്റ്റ് സോങ് ആണോ, എന്താണ്? ഞാൻ പഠിക്കുന്നത് കർണാട്ടിക്കാണ്. ഇപ്പം BA ആയാലും PG ആയാലും ചെയ്തത് കർണാട്ടിക് മ്യൂസിക്കിലായിരുന്നു. പിന്നെ പാടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എങ്ങനത്തെ പാട്ടുകൾ? ഇപ്പൊ ആധികാരികമായിട്ട് പഠിച്ചു തുടങ്ങിയപ്പോൾ കർണാട്ടിക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ആ ഒരു പാട്ട് അല്ലെങ്കിൽ ആ ഒരു മേഖല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരുപാട് സിംഗേഴ്സ് അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി മനസ്സിൽ എന്തെങ്കിലും ഒരു ഡ്രീം, ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗറിന്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടോ? എനിക്ക് ഹരിഹരൻ സാറിന്റെ കൂടെ സ്റ്റേജിൽ പാടണം എന്ന ആഗ്രഹമുണ്ട്. പിന്നെ സന്തോഷ് നാരായണൻ സാറിന് വേണ്ടിയിട്ട് പാടണം, സീൻ റോൾഡൻ അവർക്കൊക്കെ വേണ്ടിയിട്ട് പാടണം. ഇതിന്റെ ഇടയിൽ ഒരു ഷോർട്ട് ഫിലിമിലോ ആൽബത്തിലോ അങ്ങനെ എന്തോ മ്യൂസിക് ആൽബത്തിൽ പാടിയിട്ടുണ്ട് അല്ലേ? അതെ. നഞ്ചിയമ്മ ആദ്യമായിട്ട് ഒരൊറ്റ ആൽബത്തിലെ നഞ്ചിയമ്മ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു മ്യൂസിക്കൽ ആൽബമാണ്. അപ്പോൾ അതിൽ പാടിയിട്ടുണ്ട്. പിന്നെ നഞ്ചിയമ്മ സ്വന്തം വോയിസിൽ മാത്രമേ സാധാരണ പാടാറുള്ളൂ. പക്ഷെ ഇതിപ്പോ നഞ്ചിയമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ. അടിപൊളി. നമുക്ക് ഒരു കർണാട്ടിക് ഒരു മ്യൂസിക് കേട്ടാലോ? കീർത്തനോ എന്തെങ്കിലും? റെഡി? യെസ്, ഓക്കെ, കേൾക്കാം. നീഞ്ഞാകോ നിന്ന ഹന്യാകോ രംഗ നിന്ന നാമദ ഫല വന്ദിതരേ സാകോ നീഞ്ഞാകോ നിന്ന ഹന്യാകോ രംഗ നിന്ന നാമദ ഫല വന്ദിതരേ സാകോ കരിമ കരി കേസിക്ക് മുറയിടുതിരുവാക കരിമ കരി കേസിക്ക് മുറയിടുതിരുവാക അതിമൂലവ്യൂപ നാമവേ കായ്തോ അതേ മൂലവിംബ നാമവേ കായ്തോ നീഞ്ഞാകോ നിന്ന ഹന്യാകോ രംഗ നിന്ന നാമദ ഫല വന്ദിതരേ സാകോ. നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഈ വരിയുടെ അർത്ഥം കറക്റ്റ് ആയിട്ട് സിനിക്ക് അറിയാം. പറഞ്ഞു വരികളുടെ ഷോ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല കേട്ട് നമ്മൾ. അതെ, അടിപൊളി. നമുക്ക് കൂടെ വന്നിരിക്കുന്ന അദ്ദേഹത്തെ കൂടെ ഒന്ന് പരിചയപ്പെടാം. യെസ്, നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. താങ്കൾ ഒരു മ്യൂസീഷ്യൻ ആണോ? അതെ, മ്യൂസീഷ്യൻ ആണ്. ആരാണ് ചിമ്മുന്റെ? ഞാൻ ഫ്രണ്ടാണ്. ഒരുമിച്ച് ബാൻഡിൽ. ഓ, അത് ശരി. എനിക്ക് തോന്നി ആ ലുക്ക് കണ്ടപ്പോ ഒരു ബാൻഡ് അങ്ങനെയൊക്കെ തോന്നി. പേര്? JR വർമ്മ എന്നാണ്. ഓക്കെ. സോ ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? ഞാൻ പെർക്കഷൻ ആണ്. മെയിൻ മൃദംഗമാണ്. കർണാട്ടിക് മ്യൂസിക്കും മ്യൂസീഷ്യൻ ആണ്.
അപ്പൊ നിങ്ങളുടെ ബാൻഡിൽ അതായത് ഈ കർണാട്ടിക് വോയിസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്യൂഷൻ ഒക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയോ? നമ്മൾ അല്ലാണ്ട് വേറൊരു ലൈനപ്പിലാണ് ഉള്ളത്. നമ്മൾ ഗസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ പ്ലാനിങ് ഉണ്ട് എപ്പോഴെങ്കിലും പരിപാടിക്കൊക്കെ. നിങ്ങൾ കവർ സോങ് ഒക്കെ ചെയ്തിടാറുണ്ടോ? നമ്മൾ കവർ സോങ്സും ഓൺ സോങ്സും റിലീസ് ഉടനെയൊക്കെ കുറച്ച് സോങ്സ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി അടിപൊളി. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ എൻറ്റയർ ആ ബാൻഡിലെ എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ഓൾ ദ ബെസ്റ്റ്. എല്ലാം നന്നായി വരട്ടെ.